ഹലോ എവ്രി വൺ, ഷെയ്ക്ക് ആൻഡ് സിർ കിച്ചൻ്റെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നോർത്ത് ഇന്ത്യൻ ദാൽ ഫ്രൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് സാമ്പാർ പരിപ്പ്, 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് ചുവന്ന പരിപ്പ്. ഈ ചുവന്ന പരിപ്പ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സാമ്പാർ പരിപ്പ് മാത്രം വെച്ചിട്ടായാലും ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ പരിപ്പ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പാനിലേക്കിട്ട് ചെറുതീയിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇത് നല്ല വൃത്തിയായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞതും, ഒരു 5-6 പച്ചമുളക്, ഒരു തക്കാളി, 1 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് പ്രഷർ കുക്കർ അടച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവിയെല്ലാം പോയി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കാണ് നമുക്കിത് വേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ ദാൽ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും. ഇനി 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ചേർക്കാം. കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചേറെ കായപ്പൊടിയും കൂടെ ചേർക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ദാല് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മല്ലിയില കൂടി ചേർക്കാം. ഇനി ചെറിയൊരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ബട്ടറും മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മണവും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.